അധികം മുടക്കില്ലാതെ മുറ്റം അലങ്കരിക്കാൻ പറ്റിയ ഒരു ചെടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോസ്മോസ്. കോസ്മോസ് എന്നാണ് ഈ ചെടിയുടെ പേരറിയുന്നത് യൂട്യൂബ് കണ്ടതിന് ശേഷമാണ്. ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് സൂര്യകാന്തി എന്നായിരുന്നു. സൂര്യകാന്തി എന്നല്ല പേരെന്ന് അറിയാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യകാന്തി എന്ന പേരിൽ വേറൊരു ചെടിയുണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷേ പേരറിയില്ല, അപ്പം സൂര്യകാന്തി എന്ന് പറഞ്ഞു. അധികം കെയറിങ് ആവശ്യമില്ല. നമുക്കോരോ വിത്തുകൾ പാകിയാൽ മതി. വളരെ പെട്ടെന്ന് മുളച്ച് തൈയായി അത് വളർന്ന് പൂക്കളും ആയിക്കോളും. അധികം വളമൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് തൈകൾ മാത്രമേ. തൈയല്ല, ഞാൻ കുറച്ച് വിത്ത്, അതായത് ഇതാണ് എൻ്റെ വിത്ത്. ഈ വിത്തിൽ കുറച്ച് വിത്തുകൾ, ഓരോ വിത്തുകൾ ഓരോ കുഴിയിൽ വെച്ചിങ്ങനെ കുറച്ച് സ്ഥലത്ത് ഞാൻ പാകിയതാണ്. മഴക്കാലത്താണ് പാകിയത്. പിന്നെ നോക്കിയതേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ സമയക്കുറവ് കാരണമാണ് നോക്കാത്ത, മനഃപൂർവ്വമല്ല. തൈകൾ പെട്ടെന്ന് വളർന്നു, അതേ പൂക്കളുമായി. വീഡിയോ ചെയ്യുന്ന കുറേ ദിവസമായി വിചാരിക്കുന്നു, സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. പൂക്കൾ പതുക്കെ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷം അവിടെ വിത്തുണ്ടായി വരിക. ഈ വിത്ത് ഉണങ്ങിയാണ് അടുത്ത വിത്തിന് പാകമാകുന്നത്. ഇതിൽ ഓരോ വിത്തിലും ഓരോ തൈകളുണ്ടായി വരും. അധികം സമയമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു ചെടിയും കൂടിയാണിത്. കെയറിങ്ങിൻ്റെ ആവശ്യമില്ല, കേടൊന്നും വരില്ല. ഒരൊറ്റ ചെടി പോലും കേടായി പോയിട്ടില്ല. നിറയെ പൂക്കളുണ്ടാകും. വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു വളം പോലും ഇല്ലാതെ പൂക്കുന്നതാണ്. ഇത് പല വർണ്ണങ്ങളിലുള്ള കോസ്മോസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഓറഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. 2 കളറിലുള്ളതാണ് എനിക്കിപ്പോൾ ഉള്ളത്. 2 ലെയറിൽ എതിറുകൾ നിൽക്കുന്ന കോസ്മോസുകളാണ് ഈ കാണുന്നത്. ഇത് നിറയെ എതിർ ഉരിയുന്ന കോസ്മോസുകളുണ്ട്. അത് വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. നമ്മൾ സാധാരണ കാണുന്നതെല്ലാം 1 ലെയർ അല്ലെങ്കിൽ 2 ലെയർ എതിളുകളായിരിക്കും. ഈ കാണുന്ന കോസ്മോസിനോടൊപ്പം നിൽക്കുന്നത് വേറൊരു ചെടിയാണ്, കോഴിച്ചീര അഥവാ വെൽവെറ്റ് ചീര എന്ന് പറഞ്ഞ ചെടി.